അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ. അയോധ്യ രാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12:29 12:31 ഇടയിലെ 84 സെക്കൻഡ് നീണ്ടുനിന്ന മുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങ്. നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ പുതിയ യുഗത്തിന് തുടക്കമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതത്തിന്റെ നീതിവ്യവസ്ഥ രാമന് നീതി നൽകി. രാമക്ഷേത്ര നിർമ്മാണം വൈകിയതിന് രാമനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി. നീതി നടപ്പാക്കിയതിൽ സുപ്രീം കോടതിക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ये क्षण अलौकिक है, ये पल पवित्रतम है. ये माहौल, ये वातावरण, ये ऊर्जा, ये घड़ी प्रभु श्री राम का हम सब पर आशीर्वाद है. 22 जनवरी 2024 का ये सूरज एक अद्भुत आभा लेकर आया है. 22 जनवरी 2024 ये कैलेंडर पर लिखी एक तारीख नहीं, ये एक नए काल चक्र का उद्गम है. വിവരങ്ങളുമായി ഇപ്പോൾ അയോധ്യയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ തത്സമയം ചേരുന്നുണ്ട്. ആർക്കെ അങ്ങനെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ദർശനത്തിന് അനുമതിയുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ ആർക്കെ? ഇനി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉന്മേഷ്. നാളെ മുതൽ ആരംഭിക്കുന്ന ഈ ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വിഷയം. ഇതിനകം ക്ഷേത്ര ട്രസ്റ്റ് അവലോകനം ചെയ്തിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാവിലെ മുതൽ പ്രവേശനം അനുവദിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ തമ്പടിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ദർശനം നൽകുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. പ്രതിദിനം 1 ലക്ഷം പേർക്കെങ്കിലും ദർശനം അനുവദിക്കാനായിട്ട് സാധിക്കും എന്ന ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ക്ഷേത്ര ട്രസ്റ്റിന് ഉള്ളത്. എന്നാൽ ആരതിക്ക് മാത്രം 3 ആരതികളാണ് ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത്. ഈ ആരതി ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം നിജപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇത്ര വലിയ സംഖ്യ അവിടേക്ക് ഈ ആരതിയിൽ പങ്കെടുക്കാനായി എത്തിയാൽ അത് വിഷമതകൾ ഉണ്ടാക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പതിവ് പൂജകൾ ഏതാണോ ഈ താൽക്കാലിക ക്ഷേത്രത്തിൽ നടന്ന് വന്നിരുന്നത് അതെല്ലാം ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആദ്യ ആരതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നിർവഹിച്ചത്. തുടർച്ച എന്ന രീതിയിൽ വൈകിട്ട് 7:30 അടുത്ത ആരതി നടക്കും. നാളെ രാവിലെ മുതൽ 3 ആരതി, രാവിലെ 6:30, 7:30, ഉച്ചയ്ക്ക് 12:30 എന്ന രീതിയിൽ നടക്കുകയും ചെയ്യും. ഈ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്ന ആളുകളെ വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ, കൂടുതൽ ഏതെങ്കിലും തിക്കും തിരക്കും ഉണ്ടാകാത്ത രീതിയിൽ പ്രവേശിപ്പിച്ച് ദർശനം സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏതാണ്ട് 2 പതിറ്റാണ്ടിലധികമായിട്ട് അയോധ്യയിലെ താൽക്കാലിക ക്ഷേത്രത്തിന്റെയും ഈ മേഖലയുടെയും സുരക്ഷാ ചുമതലകൾ നിർവഹിച്ചു വരുന്നത് CRPF ആണ്. CRPF നാളെ മുതൽ അവരുടെ ചുമതലകളിൽ നിന്ന് പിന്മാറി തുടങ്ങും. ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക സംഘം ഈ ക്ഷേത്ര സംരക്ഷണത്തിനായി രൂപീകരിച്ചവർ ആണ് ഇനി ഈ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുക. ഏതാനും ആഴ്ചകൾ കൂടി CRPFന്റെ മോണിറ്ററിംഗോടുകൂടിയായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. ഈ സുരക്ഷാ സംവിധാനങ്ങളിൽ CCTV അടക്കമുള്ളവ എല്ലായിടങ്ങളിലും ഏറ്റവും അത്യാധുനികമായിട്ടുള്ളവ ഇതിനകം തന്നെ ഘടിപ്പിച്ച് കഴിഞ്ഞു. ഡ്രോൺ നിരീക്ഷണം ഉണ്ടാകും. ആവശ്യമാകുന്ന ഘട്ടങ്ങളിൽ കൂടുതൽ ഡ്രോണുകൾ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളടക്കം പൂർത്തിയായി എന്ന് ക്ഷേത്ര ട്രസ്റ്റ് പറയുന്നുണ്ട്. പ്രവേശന നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ എപ്രകാരമാണ് എന്നതിനെ സംബന്ധിച്ചിട്ട് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അഥവാ പ്രധാന കവാടം വഴിയാണോ കടത്തിവിടുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തമാക്കാനായിട്ട് ഉള്ളത്. ഈ സിംഹദ്വാർ എന്നാണ് പ്രധാന കവാടത്തിന്റെ പേര്. സിംഹദ്വാർ വഴി കടത്തിവിടുന്നതിന് ചില പ്രായോഗികത ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അതുകൊണ്ട് മറ്റ് കവാടങ്ങളിലൂടെ, ഗേറ്റ് നമ്പർ 11 ഉൾപ്പെടെയുള്ള കവാടങ്ങളിലൂടെ കടത്തിവിടാൻ ഉള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ഈ ട്രസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനനുബന്ധമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടന്നുവരുന്നു. ഇന്ന് രാത്രിയോടുകൂടി ഒരു അവലോകന യോഗം നടക്കും. ആ അവലോകന യോഗത്തിലായിരിക്കും അന്തിമമായിട്ടുള്ള തീരുമാനവും അതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളും ട്രസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. നാളെ രാവിലെ മുതൽ എത്ര മണി മുതലാണ് ഈ ദർശനം അനുവദിച്ചു തുടങ്ങുക എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയില്ല. കാരണം ഇത്രയധികം ജനങ്ങൾ ഈ അയോധ്യയിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള ക്യൂ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള
ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ട്രസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നത്. ഇന്നത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ കൃത്യമായിട്ട് നടത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രസ്റ്റിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും തുടർന്നും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന ഉറപ്പും പ്രധാനമന്ത്രി നൽകിയിരിക്കുകയാണ്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് അനുബന്ധിച്ചിട്ടുള്ള താന്ത്രിക പൂജകൾ പ്രകാരമുള്ളവ എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ സന്യാസി വര്യന്മാരും ഏതാണ്ട് 4000-ഓളം സന്യാസി വര്യന്മാരാണ് ഇന്ന് ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുത്തത്. അവരുൾപ്പെടെയുള്ളവർ ഈ നഗരത്തിൽ നിന്നും മടങ്ങുന്ന ഒരു സാഹചര്യവും തുടങ്ങിയിരിക്കുകയാണ്. വന്ന അതിഥികൾ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് വന്ന അതിഥികൾ അവരും ഏതാണ്ട് മടങ്ങി തുടങ്ങി എന്നൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇനിയുള്ളത് വരുന്ന ദിവസങ്ങളിലെ വലിയ രീതിയിലുള്ള ജനസഞ്ചയത്തെ നേരിടാൻ ശരിയാർക്കെ ഏതായാലും നാളെ മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട്. ആർ രാധാകൃഷ്ണനാണ് അയോധ്യയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു മതസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രത്തിന്റെ പരിപാടിയാക്കി പ്രധാനമന്ത്രി മാറ്റി. മതനിരപേക്ഷതയാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ രീതിയില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. As those who have pledged to preserve and protect our constitution, let us reaffirm our commitment to its secular character by declining to participate in the event, upholding our constitutional responsibilities. Let this serve as an opportunity to promote harmony and the spirit of common brotherhood amongst all the people of India, transcending religious, linguistic, and regional or sectional diversities. May India prosper further by developing scientific temper, humanism, and the spirit of inquiry and reform. വിശ്വാസത്തെ രാഷ്ട്രീയവുമായി ചേർത്ത് വയ്ക്കുന്ന കുറുക്കുവഴികളാണ് സംഘപരിവാറിനുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. അയോധ്യയിൽ രാമക്ഷേത്രം വൈകിയതിന് രാമനോട് ക്ഷമ ചോദിച്ച പ്രധാനമന്ത്രി നീതി വൈകിയതിന് മണിപ്പൂരിലെ വനിതകളോട് മാപ്പ് ചോദിക്കുമോ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദിച്ചു. രാമന്റെ പേരിൽ ബാബറി മസ്ജിദ് പൊളിച്ചതിന് വിശ്വാസികളോട് മാപ്പ് പറയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ഷഫീദ് റാവുത്തർ വാർത്തയിൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, അങ്ങനെ വലിയ വിമർശനം മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെയും വിമർശനം വരുന്നു, CPI സംസ്ഥാന സെക്രട്ടറിയുടെയും വിമർശനങ്ങൾ. എന്തൊക്കെയാണ് വിവരം ഷഫീദ്? ഉന്മേഷ, ഭരണഘടന ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും ഈ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട വിമർശിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ പൗരനും ഭരണഘടനാ സ്വാതന്ത്ര്യം തുല്യമായി ലഭിക്കണം, മതവിശ്വാസം വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ രീതിയല്ലെന്നും ഒരു മതം വലുതെന്നും മറ്റൊന്ന് ചെറുതെന്നും പറയാൻ കഴിയില്ലെന്നും ഇന്നത്തെ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മതപരമായ ആരാധനാലയത്തിന്റെ ഉദ്ഘാടനം രാജ്യത്തിന്റെ പരിപാടിയായി ആഘോഷിക്കുന്നു. ഭരണഘടനയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞയെടുത്തയാളെന്ന നിലയിൽ അയോധ്യയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാതെ മതനിരപേക്ഷതയോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിക്കുന്നുള്ള നിലപാടെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ രീതിയിൽ തന്നെ മറ്റ് നേതാക്കളുടെയും പ്രതികരണം വരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാകട്ടെ മോദിയെ വിശേഷിപ്പിച്ചത് ഒരുമയുടെ വെളിച്ചം കെടുത്തിയ കുറ്റവാളി എന്നുള്ളതാണ്. അദ്ദേഹം 2 ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാമൻ സഹിഷ്ണുത എന്ന് പറഞ്ഞ മോദി രാമന്റെ പേരിൽ ബാബറി മസ്ജിദ് പൊളിച്ചതിന് വിശ്വാസികളോട് മാപ്പ് പറയുമോ എന്നുള്ള ചോദ്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നോട്ട് വയ്ക്കുന്നു. രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇതൊക്കെയാണ്: വിശ്വാസത്തെ രാഷ്ട്രീയവുമായി ചേർത്ത് വയ്ക്കുകയും അതിലൂടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യമിടുകയും സംഘപരിവാർ ചില കുറുക്കു വഴികൾ നടത്തുകയുമാണ് ചെയ്തെന്നുള്ള വിമർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉയർത്തിയിട്ടുണ്ട്. ഉന്മേഷ്, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിക്ക് നോ എൻട്രി. അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ക്ഷേത്ര ദർശനത്തിലെത്തിയ രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ പൂർത്തിയായ ശേഷമേ പ്രവേശനം അനുവദിക്കൂവെന്ന് പോലീസ് അറിയിച്ചതോടെ നേതാക്കൾ പ്രതിഷേധിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്ര മേഘാലയയിൽ പ്രവേശിച്ചു. ബൽറാം തുടങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബൽറാം, രാഹുൽ ഗാന്ധിയെ തടഞ്ഞു, അതിനുശേഷം നേതാക്കളുടെ പ്രതിഷേധം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബൽറാം.
ഉന്മേഷ്, രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ ന്യായ യാത്ര പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ, ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ അയോധ്യ രാമക്ഷേത്ര പ്രാൺപ്രതിഷ്ഠ ദിനത്തിൽ ഈ അസമിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീമദ് ശങ്കർ ദേവിന്റെ ജന്മസ്ഥലമായ ഈ ഭട്ടദ്രവ ആശ്രമത്തിൽ സന്ദർശിക്കുമെന്ന് തീരുമാനിക്കുകയും അധികൃതരുമായി സംസാരിച്ച് അനുമതി വാങ്ങുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അതിനായി പുറപ്പെട്ട രാഹുലിനെ ഏതാണ്ട് 17 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ പോലീസ് തടയുകയായിരുന്നു. രാഹുൽ 3 മണിക്ക് ശേഷം, അതായത് അയോധ്യയിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ആശ്രമം സന്ദർശിക്കാവൂ എന്നും ഇല്ലെങ്കിൽ ആൾത്തിരക്കിനെ തുടർന്ന് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നും പോലീസ് അറിയിച്ചു. എന്നാൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഏറെ ദീർഘനേരത്തോളം പോലീസുകാരുമായി വാക്തർക്കത്തിൽ ഏർപ്പെട്ട ഒടുവിൽ ഈ പ്രദേശത്തെ MP ആയ ഗൗരവ് ഗൊഗോയെ മാത്രം പ്രവേശനാനുമതി നൽകുകയായിരുന്നു. തുടർന്ന് മറ്റ് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ റോഡിൽ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഒടുവിൽ ഗൗരവ് ഗൊഗോയ് പ്രസാദവുമായി മടങ്ങിയെത്തിയ ശേഷമാണ് നേരത്തെ നിശ്ചയിച്ച അതേ ക്രമത്തിൽ തന്നെ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചു. അതായത് ഈ സത്രം സന്ദർശിക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കേണ്ടി വന്നു രാഹുലിന് ഈ പോലീസിന്റെ നടപടിയെ തുടർന്ന്. പിന്നീട് ഇന്ന് വൈകിട്ട് 3:30യോടുകൂടി അദ്ദേഹം മേഘാലയയിലേക്ക് മുൻ നിശ്ചയിച്ച ക്രമത്തിൽ തന്നെ പ്രവേശിക്കുകയും മേഘാലയയിൽ ഒരു പൊതു സമ്മേളനത്തിൽ സംസാരിക്കുകയും ചെയ്തു. വീണ്ടും അസമിലേക്ക് ഈ യാത്ര എത്തുകയാണ്. പ്രധാനമായും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുടെ നിർദ്ദേശമനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത് എന്നും ഇന്നത്തെ ദിവസം ഒരു വ്യക്തി മാത്രം ക്ഷേത്ര സന്ദർശനം നടത്തിയാൽ മതി, അല്ലെങ്കിൽ അത് മാത്രം വാർത്തയായാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് BJP എന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. അസമിലേക്ക് വീണ്ടും തിരിച്ചെത്തുമ്പോൾ ഈ ഗുവാഹത്തി നഗരത്തിൽ പ്രവേശിക്കുന്നതിന് ഇതുവരെയും ഈ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് അനുമതി ലഭിച്ചിട്ടില്ല. അത് വീണ്ടും തർക്കങ്ങൾക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കരുവന്നൂർ കേസിൽ ED അന്വേഷണം അനിശ്ചിതമായി തുടരാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. കരുവന്നൂരിലെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇത് ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയമാണ്. സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ല, സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ഇപ്പോൾ S. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഇന്ന്? അലി സാബ്രി എന്ന നിക്ഷേപകൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഈ വിമർശനങ്ങളും ചില പരാമർശങ്ങളും നടത്തിയത്. കോടതി പറഞ്ഞത് ED അന്വേഷണം അനിശ്ചിതമായി തുടരാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. കരുവന്നൂരിലെ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത് ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയമാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പറയുകയുണ്ടായി. സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ല, അത് സാധാരണക്കാർക്ക് ഉള്ളതാണ്. പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതാധ്വാനം ചെയ്തുണ്ടാക്കിയ പണം, അതാണ് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്നത്. ഈ പണം നഷ്ടമാകുന്നത് സംഘങ്ങളിൽ സാധാരണക്കാർക്കുള്ള വിശ്വാസം ഇല്ലാതാക്കും. അതാണിപ്പോൾ നടക്കുന്നത് എന്നും കോടതി പറഞ്ഞു. വിശദമായ അന്വേഷണ റിപ്പോർട്ട്, ഇതുവരെയുള്ള റിപ്പോർട്ട് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് വീണ്ടും പരിഗണിക്കും. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. KSRTC ബസ് വരുമാനവുമായി ബന്ധപ്പെട്ട വാർഷിക കണക്ക് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ ഗതാഗത മന്ത്രിക്ക് അതൃപ്തി. കണക്ക് ചോർന്നതിൽ മന്ത്രി KB ഗണേഷ് കുമാർ CMDയോട് വിശദീകരണം തേടി. ബസ് നഷ്ടമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞപ്പോൾ ലാഭകരം എന്നായിരുന്നു KSRTCയുടെ കണക്കുകൾ വ്യക്തമാക്കിയത്. ഷഫീദ് റാവത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? KSRTC ഇലക്ട്രിക് ബസ് വരുമാനവുമായി ബന്ധപ്പെട്ട വാർഷിക കണക്ക് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതിലാണ് ഗതാഗത മന്ത്രിക്ക് ഇപ്പോൾ കടുത്ത അതൃപ്തിയുള്ളത്. ഇക്കാര്യത്തിൽ അദ്ദേഹം CMDയോട് വിശദീകരണം തേടി എന്നാണ് അറിയാൻ കഴിയുന്നത്. ബസ് നഷ്ടമെന്നുള്ള വാദത്തിലാണ് ഗതാഗത മന്ത്രി ഉണ്ടായിരുന്നത്. പക്ഷേ പുറത്തു വന്നത് അത് ലാഭത്തിലാണ് എന്നുള്ള കണക്കാണ്, നഷ്ടത്തിൽ എന്നുള്ളതായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിലപാട്. ഷഫീദ് റാവത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുകയാണല്ലോ മന്ത്രി CMDയോട്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ഇലക്ട്രിക് ബസ്, അതായത് തിരുവനന്തപുരം നഗരത്തിൽ ഓടുന്ന സിറ്റി സർക്കുലർ ഇലക്ട്രിക് ബസ് നഷ്ടത്തിലാണെന്ന
KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ തലവേദനയായിരിക്കുന്നത്. KSRTC കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടിൽ 9 മാസത്തിനിടെ ഇലക്ട്രിക് ബസ് വഴി 2.89 കോടി രൂപ ലാഭം കിട്ടിയെന്ന കണക്ക് ഇന്നലെ വന്നിരുന്നു. അതിനിടെയാണ് ഇന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ KSRTC ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. ഈ CMD ബിജു പ്രഭാകർ സിഡ്നിയിലായതിനാൽ ജോയിന്റ് MD പ്രമോദ് ശങ്കർ മന്ത്രിക്ക് വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറി. തനിക്ക് കിട്ടും മുൻപേ മാധ്യമങ്ങൾക്ക് ഈ റിപ്പോർട്ട് വാർത്തയാക്കാൻ നൽകിയതിനാണ് നിലവിൽ ഇപ്പോൾ ഗതാഗത മന്ത്രിക്ക് അതൃപ്തിയുള്ളത്. അക്കാര്യത്തിൽ KSRTC ഉദ്യോഗസ്ഥരോട് മന്ത്രി വിശദീകരണം തേടുകയും KSRTC ഉദ്യോഗസ്ഥരെ ആ ചർച്ചയിൽ ശകാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ മന്ത്രിക്ക് കൈമാറിയിട്ടുള്ള വാർഷിക റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇനി KB ഗണേഷ് കുമാർ ഒരു പ്രതികരണത്തിന് തയ്യാറാവുള്ളൂ. പ്രത്യേകിച്ച് CPM അടക്കം ഇക്കാര്യത്തിൽ ചില പ്രതികരണവും അതേപോലെ തന്നെ ചില വിമർശനവുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ വളരെ സൂക്ഷ്മമായ രീതിയിലുള്ള പ്രതികരണം മാത്രം ഇനി നമുക്ക് ഗതാഗത മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചാൽ മതിയാകും. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ച് തിരുവനന്തപുരത്ത്. അസമിലേക്ക് എത്തിയ രാഹുൽ ഗാന്ധി അവിടെ പോലീസ് തടഞ്ഞിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. മഠത്തിലേക്കുള്ള യാത്രക്കിടെയാണ് രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞത്. അതിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. DCC അധ്യക്ഷൻ സംസാരിക്കുന്നു. വൈകാരികമായ ഒരു പ്രകടനമാണ് ഈ തലസ്ഥാന നഗരി രാഹുൽ ഗാന്ധിയെ തടഞ്ഞതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. രാജ്ഭവൻ മാർച്ച് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ജീവിതം വിജയിക്കില്ല എന്ന തോന്നൽ യുവാക്കൾക്കുണ്ടെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെയാണ് പരാമർശം. രക്ഷപ്പെടാൻ എവിടെയെങ്കിലും പോകണം എന്ന തോന്നലാണ് യുവാക്കൾക്കെന്നും അതിൽ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നും മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. ദൈവത്തിന്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല, ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണം. ഈ നാട്ടിൽ ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും അന്തസ്സായ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഭരണ കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും അത് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. വിദേശത്ത് പോയവർ കോവിഡ് സമയത്ത് കേരളത്തിലേക്ക് മടങ്ങിയെത്തി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശാക്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇവിടെ എന്തോ ആളുകളെല്ലാം പുറത്തേക്ക് വല്ലാതെ ഒഴുകിപ്പോകുന്നു, അതിൽ വല്ലാതെ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. ഇതിനേക്കാളുമെല്ലാം വലിയ സുഖസൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ട അവസ്ഥയുള്ള പല രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടല്ലോ. അതിലേറ്റവും മികച്ച സൗകര്യങ്ങളുടെ രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. രാഷ്ട്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അത്തരമൊരു രാഷ്ട്രം എല്ലാവരും മനസ്സിൽ കണ്ടോളി. അവിടെ ജീവിക്കുന്ന മലയാളി, ആ മലയാളി ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്ന് ആഗ്രഹിച്ചു. എന്തായിരുന്നു അത്? വളരെ മുൻപല്ലാരോ, കോവിഡിൻ്റെ ഘട്ടത്തിൽ. എന്തേ അങ്ങനെ ചിന്തിക്കാൻ കാരണം? അലക്സ് റാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, മുഖ്യമന്ത്രി വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ അലക്സ്? ഉന്മേഷ, സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലിന് തിരുവനന്തപുരത്തെ സഭ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആ ചടങ്ങിൽ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാരായ VN വാസവൻ, റോഷി അഗസ്റ്റിൻ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തിരുന്നു. ആ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പായ ജോസഫ് പെരുന്തോട്ടം. അദ്ദേഹം പറഞ്ഞത് യുവാക്കൾ കേരളം വിടുന്നു എന്നാണ്. ദൈവത്തിന്റെ നാട്ടിൽ ജീവിതം വിജയിക്കാൻ കഴിയില്ല എന്ന തോന്നലാണ് അവർക്കുള്ളത്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എവിടെയെങ്കിലും പോകണമെന്ന തോന്നൽ യുവാക്കൾക്കുണ്ട്. അത് സഭയുടെ മാത്രം പ്രശ്നമല്ല, യുവജനങ്ങളുടെ ആകെ പ്രശ്നമാണ്. ഇവിടെ ജീവിച്ച് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതിന് സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞത്. അതിന് മുഖ്യമന്ത്രി അതേ വേദിയിൽ തന്നെ മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവാക്കൾ പുറത്തേക്ക് പോകുന്നു എന്നതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെയാണ്: ലോകം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുകയാണ്. പുതിയ കാലത്ത് കുഞ്ഞുങ്ങൾ വളരുന്നത് ലോകത്തെ മനസ്സിലാക്കിയാണ്. ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന വിഷയം പഠിക്കണം എന്നൊക്കെ കുട്ടികൾ തന്നെ തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിന് മാതാപിതാക്കൾ. ശരി അലക്സ്, ഏതായാലും ആ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി അതേ വേദിയിൽ തന്നെ നൽകുകയാണ്. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു.